അബ്ദുൾ റഹീം സൗദിയിലെ ജയിലിൽ 20 വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മോചിപ്പിച്ച് നാട്ടിലെത്തിയത് നമ്മളെല്ലാവരും കണ്ടല്ലോ. ഏത് കാര്യത്തിനും രണ്ടഭിപ്രായമുള്ള നമുക്ക് ഈ കാര്യത്തിലും രണ്ടഭിപ്രായമുണ്ട്. ഭൂരിപക്ഷം ആളുകൾക്കും ഏതായാലും നാട്ടിലെത്തിയത് നന്നായി, മോചനം കിട്ടിയത് നന്നായി. എന്നാൽ ചിലർക്ക് എന്തിനാണ് മോചിപ്പിച്ചത്, അതുപോലെ തന്നെ നാട്ടിലെത്തിയപ്പോൾ എന്തിനാണ് ഇതുപോലെ വരവേൽപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളും നമ്മൾ കണ്ടു. ഒരാളെ കൊന്നതിനല്ലേ ജയിലിലായത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും കൊന്നതുകൊണ്ട് തന്നെയാണ് ഈ 20 വർഷം ശിക്ഷ അനുഭവിച്ചത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്, ഗൾഫിലെ പോലെയുള്ള ഒരു ശിക്ഷ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് കൊടുക്കണം, അതാണ് നമ്മുടെ നാട്ടിലും വേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ജാമ്യം കിട്ടി നാട്ടിൽ വന്ന് വീണ്ടും കുറ്റങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. ഇത് പുറം ലോകം കാണാതെ 20 വർഷം ഈ അബ്ദുൾ റഹീം സൗദിയിലെ ജയിലിലായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഒരുപാട് പണപ്പിരിവൊക്കെ നടത്തി 34 കോടി കൊടുത്തതിന് ശേഷമാണ് ജയിൽ മോചിപ്പിച്ചത്. എല്ലാവർക്കും അറിയാം അബ്ദുൾ റഹീം ചെയ്ത കുറ്റം എന്താണെന്ന്. ഭിന്നശേഷിക്കാരനായ ഒരു ബാലനെ നോക്കാനുള്ള ഒരു ജോലിയായിരുന്നു അബ്ദുൾ റഹീമിന്. എന്തോ കയ്യബദ്ധത്തിലാണ് ഇത് പറ്റിപ്പോയത് എന്നാണ് പറയുന്നത്. എന്തായാലും സൗദി അധികൃതർ ഇത് കുറ്റമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണല്ലോ 20 വർഷം ജയിലിലുണ്ടായിരുന്നത്. കൂടുതലും പണം പിരിച്ചതും കൂടുതൽ ആളുകൾ ഈ അബ്ദുൾ റഹീം മോചിപ്പിച്ച് നാട്ടിലെത്തണമെന്ന് ചിന്തിച്ചതിന് പ്രധാന കാരണം ആ ഉമ്മയാണ്. 20 വർഷം ഈ മകനെ കാണാൻ പറ്റാതെ ഇപ്പം നാട്ടിലെ ജയിലിലാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പോയി കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇത് ഒരു ഗൾഫിലേക്കാവുമ്പോൾ ഈ ഉമ്മയ്ക്കിടക്ക് പോയി കാണാനോ ഈ മകൻ ഇനി തിരിച്ചു വരുമോ, എല്ലാവർക്കും അറിയാം ഗൾഫ് രാജ്യങ്ങളിലുള്ള ശിക്ഷ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മ ഈ മകനെ കാത്തിരുന്നത് കൊണ്ട് തന്നെ ഈ ഉമ്മയുടെ കണ്ണീരാണ് എല്ലാവരും ഈ പണം കൊടുക്കാനും ഈ അബ്ദുൾ റഹീം എന്തായാലും ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടി നാട്ടിൽ വരണമെന്ന് കൂടുതൽ പേരും ആഗ്രഹിച്ചത് ഈ ഉമ്മയുടെ കണ്ണീര് തന്നെയാണ്. എന്തായാലും ആ ഉമ്മക്ക് പെരുന്നാൾ ദിനത്തിൽ തന്നെ ഈ മകനെ കാണാൻ പറ്റിയതും ഈ മകൻ വീട്ടിലെത്തിയതൊക്കെ എല്ലാവർക്കും സന്തോഷം. ഉമ്മയാണെങ്കിൽ അതിലേറെ സന്തോഷിച്ചിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന ഒരു കമൻ്റാണ് ഞാനിപ്പോൾ ഇത് ചിന്തിച്ചത്. ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ ഒരു ജലജ എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു കമൻ്റാണ്. സൗദിയിലെ ആൾക്കാരെ ശരിക്കും അറിയില്ല, അതാണ്. ഒന്ന് ചെന്നു നോക്കൂ, ലോകത്തിലെ ഏറ്റവും നീചമായ മനുഷ്യരുണ്ടെങ്കിൽ അത് സൗദിയിലാണ്. അനുഭവം പലർക്കും പലതുമാവാം, പക്ഷേ റീച്ചിന് വേണ്ടി എന്ത് എഴുതി ഇടരുത്. പോസ്റ്റിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്താണ് മഹാനാണോ കൊലയാളിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞതിനാണ് താഴെ ഈ കമൻ്റ് എഴുതിയത്. ഈ ജലജ സൗദിയിൽ വന്നിട്ട് ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ ഈ ജലജ ഈ കമൻ്റ് എഴുതിയത്? എന്താണ് ലോകത്തിലെ ഏറ്റവും നീചമായ മനുഷ്യർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഇത്രയും നീചമായ മനുഷ്യരുടെ ഇടയിലാണോ ലക്ഷങ്ങളായ ഈ മലയാളികളായാലും ഇന്ത്യക്കാരായാലും വിവിധ രാജ്യങ്ങളിലുള്ളവർ ജോലി ചെയ്യുന്നത്? എല്ലാ രാജ്യത്തെ പോലെ പല ആളുകളും ഇവിടെയും മോശമുണ്ട്. സൗദിയിൽ മാത്രമാണോ? ബഹ്റൈൻ ആയാലും ദുബായ് ആയാലും കുവൈറ്റ് ആയാലും എല്ലാവിടെയും ഉണ്ട്. എന്തിനാണ് സൗദിയെ മാത്രം ഇതുപോലെ പറയുന്നത്? ജലജ കേട്ടുകേൾവി കൊണ്ട് പറഞ്ഞതാണോ സൗദിയിൽ ഇത്രമാത്രം ക്രൂരന്മാരാണ് എന്നുള്ളത്? ഞാൻ വർഷങ്ങളായിട്ട് സൗദിയിൽ നിൽക്കുന്നതാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാവാം എന്നുള്ളത്. പക്ഷേ അങ്ങനെയായിരുന്നു പറയേണ്ടത്, അല്ലാതെ ലോകത്തിലെ ഏറ്റവും നീചമായ മനുഷ്യരുണ്ടെങ്കിൽ അത് സൗദിയിലാണെന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു പറച്ചിൽ ഇതൊന്നും അറിയാതെ പറയുന്നത് വളരെ മോശമാണ്. കാരണം ലോകത്തിൻ്റെ മുമ്പിൽ സൗദി ഇത്രത്തോളം നീചമായ ഒരു രാജ്യമാണെന്ന് പറയാൻ എനിക്ക് കിട്ടിയ ഒരു അനുഭവം അതും കൂടി ഒന്ന് പറയാമായിരുന്നു. ഇവിടെ പലരും ജോലി ചെയ്യുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ. തെറ്റ് ചെയ്തവരെ സൗദി ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ഇതാണ് ശിക്ഷ, ആര് തെറ്റ് ചെയ്താലും. അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. നമുക്കിപ്പം നാട്ടിൽ രാത്രി ഒരു സ്ത്രീക്ക് ഒറ്റക്കിറങ്ങി നടക്കാൻ പറ്റില്ല എന്നല്ല, എന്നാലും നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ എത്ര കേൾവികൾ നിങ്ങൾ സൗദിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. രാത്രി ഒരു സ്ത്രീ പോകുമ്പോൾ ആ സ്ത്രീയെ പിടിച്ച് റേപ്പ് ചെയ്തു അറബികൾ, അല്ല എങ്കിൽ സ്ത്രീകളെ വീട്ടിൽ കയറി റേപ്പ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും അല്ല വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്നേഹിച്ച് വഞ്ചിച്ച് അങ്ങനെ ചെയ്തു, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇനി മറച്ചു വെക്കുന്നതാണെങ്കിൽ ഇവിടെയുള്ളവർ കേൾക്കില്ലേ? ഇവിടെ മലയാളികളായ നമ്മൾ ഒരുപാട് സ്ത്രീകൾ യഥേഷ്ടം ഇവിടെ നടക്കുമ്പോൾ ഒരു അറബിയിൽ നിന്നും നമുക്കൊരു മോശം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ വീടുകളിൽ ജോലി ചെയ്യുന്ന ഗദ്ദാമ്മമാർക്ക് അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവർമാർക്കൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട്. അത് സൗദിയിൽ മാത്രമാണോ? എല്ലാ രാജ്യത്തുമില്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും ഇതുപോലെയുള്ള ഓരോ വീടുകൾ, അതായത് നീചമായ ആൾക്കാർ സൗദിയിൽ മുഴുവനുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില ആളുകൾക്ക് ഒരു വൈകൃതമായ സ്വഭാവങ്ങളുണ്ട് അല്ലേ? എല്ലാ വീടുകളിലും ഉള്ള ജോലി പോലെയാണോ ചില വീടുകളിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ? അല്ലെങ്കിൽ എല്ലാ കമ്പനികളിലും ഉള്ള ഇതുപോലെ തന്നെയാണോ മറ്റുള്ള പല കമ്പനികളിലും നടക്കുന്നത്? ഏതെങ്കിലും
ഏതെങ്കിലും, അതായത് 10 കമ്പനി ആയാൽ അതിൽ 1 മോശം ഉണ്ടാവും, അല്ലെങ്കിൽ 10 വീടുകളിൽ പണിക്ക് പോകുമ്പോൾ അതിൽ 1 വീട് മോശം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സൗദിയിലും. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അബ്ദുൾ റഹീമിനെ 20 വർഷം ജയിലിലാക്കിയത് ഒരു കുറ്റവും ചെയ്യാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. എന്തായാലും അതൊരു കൊലപാതകമാണ്. കയ്യബദ്ധത്തിൽ വന്നതായാലും അതൊരു കൊലപാതകമാണ്. അതുകൊണ്ടാണല്ലോ സൗദിയിൽ 20 വർഷം. ഇതൊക്കെ അന്വേഷിക്കാതെ അല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിലും കയ്യബദ്ധത്തിൽ ഒരു കൊലപാതകം ചെയ്താൽ എന്തായാലും ജയിലിലാവില്ലേ? അല്ല അത് കയ്യബദ്ധമാണ്, അത് പോട്ടെ എന്ന് പറഞ്ഞ് ശിക്ഷയില്ലാതെ ഇല്ലല്ലോ. അപ്പം സൗദിയിൽ കുറച്ചും കൂടി ശിക്ഷ കഠിനം തന്നെയാണ്. അങ്ങനെ ഒരു പോസ്റ്റിനടിയിൽ വരുമ്പോൾ ഇതൊരു ഒന്നിനും ഇല്ലാതെ ഒരു ശിക്ഷ കിട്ടിയതാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും നീചന്മാരായ ആൾക്കാരായതുകൊണ്ടാണ് ഈ ശിക്ഷ. അങ്ങനെ അല്ല എങ്കിൽ ജലജ സൗദിയിൽ ജീവിച്ചപ്പോൾ ഈ സൗദിയിലെ ഏതെങ്കിലും ഒരു പൗരൻ്റെ അടുത്ത് നിന്നോ അല്ലെ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്നോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് പറയണം. ഞാൻ സൗദിയിൽ നിന്നപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരാൾ എന്നെ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സംഭവം വന്നു എന്ന്. അതല്ലാതെ സൗദിയിലെ എല്ലാവരും ലോകത്തിലെ ഏറ്റവും നീചന്മാരാണ് എന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ? എന്തിനാണ് ഒരു രാജ്യത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ലക്ഷങ്ങൾ ജോലി ചെയ്യുന്ന ഈ ഒരു സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായില്ല. എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നു? ഞാൻ തന്നെ വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നു. എനിക്ക് പേടിയില്ലാതെ യഥേഷ്ടം സൗദിയിൽ ജീവിക്കാൻ ഇത്രയും കാലം എൻ്റെ മക്കൾ പഠിച്ചു, ഞങ്ങൾ ജോലി ചെയ്തു. ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായില്ല. എല്ലാ രാജ്യത്തും ഉണ്ടാവുന്ന പോലെ ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിയമം കഠിനമാണ്. അതുകൂടാതെ ഇവിടെ ഉണ്ടാവുന്നത് ഫ്രീ, എല്ലാ രാജ്യത്തും ഉള്ളത്ര ഫ്രീ ഇവിടെയില്ല. അതായത് മാന്യമായ വസ്ത്രം ധരിക്കണം. അതുപോലെ പല കാര്യങ്ങളും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പലതും പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇവിടെ പല കുറ്റങ്ങൾ ചെയ്യാത്തത്. നമ്മൾ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും ചെയ്യുമ്പോൾ അയ്യോ സൗദിയാണ് എന്നൊരു പേടിയുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറ്റങ്ങൾ കുറയില്ലേ? അല്ലേ? അങ്ങനെയുള്ള കുറ്റങ്ങൾ കുറയണമെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ വരണം എന്ന് നമ്മളും ചിന്തിക്കുന്നില്ലേ? ഇതുപോലെ പെൺകുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികളെ ഇതുപോലെ സ്നേഹം നടിച്ച് വഞ്ചിച്ച് എന്തെല്ലാം കാര്യങ്ങൾ, അതുപോലെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവ് ഉപദ്രവിക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എത്രയോ കമൻറ്റുകൾ ഞാനും കണ്ടിട്ടുണ്ട്. സൗദിയിലെ പോലെ ഒരു നിയമം വരണം, അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തെ പോലുള്ളൊരു നിയമം വരണം. അപ്പോൾ അത് അത്രത്തോളം കഠിനമായൊരു നിയമമായതുകൊണ്ട് കുറ്റം ചെയ്യാൻ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അതുകൊണ്ടല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അതെ, അടച്ച് ഒരു സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീചന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടോ ഞാനിവിടെ താമസിക്കുന്നുണ്ട്. എനിക്ക് സൗദിയിൽ ഒരുപാട് കാലത്തെ അറിവുണ്ട്. ഇവിടെ ജീവിച്ചിട്ട് തന്നെ നമുക്ക് അന്നം തന്ന രാജ്യം, അത് അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനോട് നമുക്ക് നന്ദിയുണ്ട്. അപ്പോൾ ഒരാളെങ്കിലും അങ്ങനെ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതത്ര ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതുപോലെ ഓരോ രാജ്യത്തിനെ പറ്റിയിട്ടും ഒന്നും അറിയാതെ ഇതുപോലുള്ള പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് കുറ്റം പറയുന്നത് കുറച്ചെങ്കിലും കുറക്കണം. ഉള്ള കാര്യങ്ങൾ പറയാം. എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അല്ലാതെ ഒരു രാജ്യത്തെ വളരെ മോശമാണ് അങ്ങനെ പറയുന്നത്. അബ്ദുൾ റഹീം അറിയാതെയോ അറിഞ്ഞോ ഒരു തെറ്റ് ചെയ്തു പോയതുകൊണ്ടാണ് 20 വർഷം സൗദിയിലെ ജയിലിൽ കിടക്കേണ്ടി വന്നത്. നമ്മുടെ കേരളത്തിലെ നല്ലവരായ ആളുകൾ പണപ്പിരിവെടുത്തത് കൊണ്ട് തന്നെ ആ പണം ഇവിടെ കൊടുത്തു. അങ്ങനെയാണ് ജയിൽ മോചിതനായത്. അങ്ങനെ പണം കൊടുക്കാൻ പറ്റാത്തവർ ഇവിടെ ആ ശിക്ഷ വീണ്ടും എന്താണ് സൗദിയിലെ ശിക്ഷ അതനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഇതാണ് സൗദിയിലെ ശിക്ഷ, അല്ലെങ്കിൽ അറബ് രാജ്യത്തെ ശിക്ഷ ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കുറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പ്രവാസികൾ തന്നെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യാത്തത്. ഇത് പേടിച്ചിട്ട് തന്നെയാണ്. പേടിയില്ല എങ്കിൽ എന്തെല്ലാം നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് പോലെ സൗദിയിലും ചെയ്തേനെ. നമ്മളെ നാട്ടിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? വീട് കുത്തി തുറക്കുന്നു, കളവ് ചെയ്യുന്നു. അതുപോലെ സൗദിയിൽ എത്ര രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ അങ്ങനെ എത്ര കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് പേടിയുള്ളത് കൊണ്ടല്ലേ അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര ആൾക്കാർ ആണ് വന്ന് പുറം രാജ്യത്തു നിന്ന് വന്ന് ജീവിക്കുന്നവർ. അല്ലെങ്കിൽ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് എന്തെല്ലാം ചെയ്യുന്നു. നമ്മളതിന് കുറ്റം പറയുന്നില്ലേ? അയ്യോ അന്യസംസ്ഥാനത്തിലുള്ള ആളുകൾ വന്നിട്ടാണ് കേരളത്തിൽ ഇത്രമാത്രം കുറ്റങ്ങൾ വന്നത്, അവരുടെ അഡ്രസ്സ് അറിയില്ല, അവരുടെ ഒന്നും അറിയില്ല, അവർ കുറ്റങ്ങൾ ചെയ്തു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ചെയ്യുന്നു. സൗദിയിൽ ഏതെല്ലാം വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം കുറ്റമില്ലാതെ പോകുന്നത് ഇവിടെയുള്ള കഠിനമായ നിയമങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് നല്ലത് തന്നെയാണ് കുറ്റം ചെയ്യുന്നവർക്കല്ലേ, അല്ലാതെ അല്ലാത്തവരെ പിടിച്ചു കൊണ്ടുപോയി സൗദിയിലുള്ള ആളുകളൊന്നും ചെയ്യുന്നില്ലല്ലോ.
അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം ആരും ഇതുപോലെ പോസ്റ്റ് ഇടുന്നതായാലും സംസാരിക്കുന്നതായാലും. സൗദി വളരെ നല്ല രാജ്യമാണ്. നല്ലതുപോലെ ജീവിച്ചാൽ ജോലി ചെയ്യാനും നല്ല സാലറി കിട്ടാനും നമുക്ക് സമാധാനമായി സന്തോഷമായി ജീവിക്കാനും വളരെ സുരക്ഷിതം, സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായി ഇവിടെ യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും പുറത്തിറങ്ങി നടക്കാനും ഒക്കെ പറ്റുന്നൊരു രാജ്യം തന്നെയാണ് സൗദി. ഏതായാലും അബ്ദുൾ റഹീം നാട്ടിൽ വന്നപ്പോൾ ആ ഉമ്മയുടെ കണ്ണീര് അതൊന്നും മാറിയല്ലോ, മകനെ കൂടെ കിട്ടിയല്ലോ. ആ ഉമ്മയുടെ കണ്ണീര് കണ്ടത് കൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു പണപ്പിരിവിലൊക്കെ ഭാഗമായത്. ഈ പണം 34 കോടി പിരിക്കാൻ പറ്റിയതൊക്കെ കൂടുതലും ഉമ്മയെ കണ്ടിട്ട് തന്നെയാണ്. അല്ലാതെ സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീം അതിനേക്കാൾ കൂടുതൽ എയിം ചെയ്തത് ഈ ഉമ്മയുടെ സങ്കടത്തെയും ഉമ്മയ്ക്ക് മകനെ കാണാനുള്ള ഒരു ഇതിനു വേണ്ടി തന്നെയാണ്. എന്തായാലും ആ ഉമ്മയും മകനും ഇനി സന്തോഷമായി ജീവിക്കട്ടെ.